You are watching TV Next. നമസ്കാരം. ഇന്നിവിടെ നീലാണ്ട ബീച്ച് റിസോർട്ടും നിംസ് മെഡിസിറ്റിയും കൂടെ ചേർന്നാണ് ഇന്നിവിടുത്തെ ഈ ക്യാമ്പ് നടത്തിയത്. പ്രധാനമായിട്ട് CPR ക്യാമ്പും ഫസ്റ്റ് എയ്ഡിൻ്റെ ക്യാമ്പും ആണ് നടത്തിയത്. നമുക്കറിയാം, നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന് പറയുന്നത് കാറൊന്നും പോകാത്തൊരു സ്ഥലമാണ്. രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പോക്കറ്റ് റോഡാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും 10,000-കണക്കിന് വിദേശികളാണ് ഇവിടെ വരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ചിൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോയിന്റോ അല്ലെങ്കിൽ അത്യാവശ്യം ഇവിടുത്തെ ലൈഫ് ഗാർഡനും ഇവിടുത്തെ നാട്ടുകാർക്കും ഒരു CPR അത്യാവശ്യമായിട്ട് ഇവിടെ ടൂറിസ്റ്റ് വരുന്ന സ്ഥലത്ത് ഒരു CPR ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എന്നാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകൻ റോഹൻ കൃഷ്ണ CPR കൊടുക്കേണ്ട ഒരു ആക്സിഡൻറ്റിൽ ഇൻവോൾവ് ആവുകയും ആ ആക്സിഡൻറ്റ് വഴി CPR കൊടുക്കുന്നതൊക്കെ കണ്ടു. പുള്ളിക്ക് ഇതിനു മുമ്പേ അറിയാം. അപ്പോൾ അത് ഇവിടെ പല ബീച്ചിൽ അപകടം പറ്റിയും അല്ലാത്ത പല അപകടം പറ്റിയും, അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ ഇപ്പോൾ കുഴഞ്ഞു വീഴുകയും മരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് 100% CPR പഠിച്ചിരിക്കേണ്ടത് എല്ലാ വ്യക്തികളുടെയും ഒരു മസ്റ്റാണ്. അത് പഠിപ്പിച്ചിരിക്കേണ്ടത്. ആ സാഹചര്യത്തിൽ എൻ്റെ മകൻ നമ്മുടെ ഫെയ്സിൽ ഖാൻ നിംസ് മെഡിസിറ്റിയുടെ MD-യെ ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിലേക്ക് വേണ്ടി ഒരു ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ഒരു ടീമിനെ നമുക്കിവിടെ അയച്ചു തരികയും ആ ടീം ഇവിടെ വന്ന് ഇതിലേക്ക് വേണ്ടിയുള്ള തിയറിയും അതിനുള്ള പ്രാക്ടിക്കൽ ക്യാമ്പും അതിൻ്റെ കിറ്റ് കൊണ്ടുവന്ന് പ്രാക്ടിക്കൽ ഡമ്മി കൊണ്ടുവന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവർക്ക് വേണ്ട ഒരു സ്റ്റഡി എടുത്തു കൊടുത്തു. ഇവിടെ ഏകദേശം ഇതിൽ 100ഓളം ആൾക്കാർ പങ്കെടുത്തു. അതിൽ ലൈഫ് ഗാർഡ് തന്നെ 50ഓളം ലൈഫ് ഗാർഡുകൾ പങ്കെടുത്തു. ബാക്കി ഇവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും നാട്ടുകാരും ഒക്കെ പങ്കെടുത്തു. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മൂവാണ് നമ്മൾ നീലാണ്ട റിസോർട്ടും അതുപോലെ നിംസുമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഉള്ള ഈ മൂവ്മെന്റ് കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കെപ്പോഴും അറിയാം, നമുക്ക് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ 2 പോക്കറ്റ് റോഡേ ഉള്ളൂ. ഇവിടെ ബീച്ചിൽ വണ്ടി വരില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു CPR കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ, CPR എന്ന് പറയുമ്പോൾ എന്താണ്? CPR എന്ന് പറയുമ്പോൾ ഒരാളുടെ ഹാർട്ട് നിന്ന് പോയാൽ അല്ലെങ്കിൽ നിന്ന് പോകുന്ന അവസ്ഥയിൽ വന്നാൽ, ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നാൽ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ മാനുവലായിട്ട് നമ്മൾ അതിനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് സിസ്റ്റം. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർ നമുക്കറിയാം, ബ്രെയിൻ ഓക്സിജൻ കറക്റ്റായിട്ട് കിട്ടാതെ കഴിഞ്ഞാൽ ആദ്യം ബ്രെയിൻ ഡെഡ് ആവും. അപ്പോൾ ആ സിറ്റുവേഷനിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും നമുക്കറിയാം പിന്നെ എന്ത് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് CPR പഠിച്ചിരുന്നാൽ ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുകയും അത്തരത്തിൽ ഹോസ്പിറ്റൽ വരെ നമുക്ക് എത്തിക്കാനും ഒരു ഡാമേജും ഇല്ലാതെ അവരെ ലൈഫിൽ കൂടുതലും എല്ലാവരും ഒന്നും പറയുന്നില്ല, കൂടുതലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. അത് ചെറിയൊരു കാര്യമല്ല, വലിയ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച്, കോളത്തെ നാട്ടുകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്കതിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു എയ്ഡ് പോസ്റ്റും കൂടെ ഈ ബീച്ചിൽ കൊണ്ടുവരണമെന്നുള്ള അഭ്യർത്ഥന കൂടെ നമ്മുടെ ടൂറിസം പ്രൊട്ടക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഫംഗ്ഷന് പങ്കെടുത്ത വിജയിപ്പിച്ച എല്ലാവർക്കും നീലാണ്ട ബീച്ച് റിസോർട്ടിന്റെ നന്ദി അറിയിച്ചു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.